ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസിൽ എങ്ങനെ സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്യാന്നുള്ളത്. ആര്യ വർക്കൊന്നും പഠിക്കാതെ തന്നെ നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ആദ്യം തന്നെ ചെയ്യുന്നത് സ്ലീവിലാണ്. അതുകൊണ്ട് തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതൊന്ന് അഴിച്ചെടുത്തിട്ട് ഫ്രെയിമിൽ ഒന്ന് അറ്റാച്ച് ചെയ്തത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് നോക്കി ചെയ്യാം. ഞാൻ ആദ്യം തന്നെ സ്ലീവിൻ്റെ അറ്റത്ത് ഇത്തിരി വലിയ കട്ട് ബീഡ്സ് വെച്ചിട്ട് സിക്സാക്ക് മോഡലിലാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇത്തിരി വലിയ ഷുഗർ ബീഡ്സ് എടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ ഷുഗർ ബീഡ്സ് ആദ്യം ചെയ്ത് കൊടുത്തതിന് റൗണ്ടിൽ കറക്റ്റ് എന്തോരം വേണോ അത്രയും ചെയ്ത് ഫില്ലാക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ലൂസാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് നൂല് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഞാനിതൊരു ഫ്ലവറിൻ്റെ തീമിലാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമായിട്ട് ചെറിയ ചെറിയ സീക്വൻസുകൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ആ ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്യാപ്പുകളിൽ ഇതുപോലെ നമ്മൾക്ക് സീക്വൻസും അതുപോലെ തന്നെ കട്ട് ബീഡ്സും വെച്ചിട്ടൊരു ചെറിയ സിമ്പിൾ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വേണം ആ ഫ്രെയിം ഒന്ന് അഴിച്ച് വെക്കണം. എന്നിട്ട് ഡിസൈൻ വരാത്ത ഭാഗങ്ങളിലൊന്ന് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഫ്രെയിമിലിട്ട് ചെയ്യുമ്പോൾ അത്ര സിമ്പിളായിരിക്കില്ല ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അത് ഞാനിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്തതിൻ്റെ ഒരു 3/4 ഇഞ്ച് മുകളിലായിട്ട് വേണം ഒരു ലൈൻ വരച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ ലൈനിൽ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കണം. ലൈൻ ഫുള്ള് കവർ ചെയ്യുന്ന തരത്തിലാണ് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. ലൈൻസിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ 2 ചെറിയ ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഈ ലീവ്സിൽ ഞാൻ ചെറിയ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് തുന്നിയെടുക്കുന്നത്. ആദ്യം കൊടുത്ത വലിയ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്താൽ ഫിനിഷിങ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത്രയ്ക്ക് ഭംഗിയും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ ആ ലീവ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ സീക്വൻസും കട്ട് ബീഡ്സും വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ വൈറ്റ് പേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങിങ്സ് ആയിട്ട് ഇത്തിരി വലിയ ബീഡ്സൊക്കെ യൂസ് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ 5 ഷുഗർ ബീഡ്സും അത് കഴിഞ്ഞിട്ട് പേളും പിന്നെ ഒരു ഷുഗർ ബീഡും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ചെയ്ത ആ ബീഡ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്തിട്ട് തുണിയിലൊന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഹാങ്ങിങ്സ് ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെയാണ് ഞാൻ നെക്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അഴിച്ച് വെച്ചിട്ടുള്ള സ്ലീവ്സൊക്കെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ചെയ്തെടുത്തിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ഈ ഫോണിൽ കാണുന്ന കളറല്ല, ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഇനി നമുക്ക് ഗിവ് അവേയുടെ വിന്നർ ആരാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വിന്നർ ആരായിരുന്നു
വന്നാലും എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അതില്ലെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. രണ്ടിൻ്റെയും ID ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.